ടു മാജിക് ഇൻ ലൂപ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ വർക്കാണ് ഈ ഒരു ക്രോസ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മൾട്ടി കളർഡ് യാണ്, അത് 6 പ്ലൈ ആണ്. അതുപോലെ 3.5 mm ഹുക്ക് ആണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലിപ്പ് നോട്ടിൽ നിന്നാണ്. നമുക്ക് വേണമെങ്കിൽ മാജിക് റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ഇടുക, ദെൻ അതിൻ്റെ അകത്തേക്ക് 6 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 2 3 4 5 6 ചെയിൻസ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ് അല്ലേ. അപ്പോൾ ഈ ബാക്ക് ലൂപ്പിൻ്റെ അകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഈ ഹുക്കിൽ ഓൾറെഡി കിടക്കുന്നതിൻ്റെ അകത്ത് കൂടെ എടുക്കുക. അപ്പോൾ ഇത് ഒരു റിംഗ് ആയിട്ട് ഇവിടെ ഫോം ചെയ്യും. കണ്ടോ, നമ്മുടെ മാജിക് റിംഗ് പോലെ തന്നെ ഒരു റിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് ഫസ്റ്റ് റൗണ്ട് വർക്ക് ചെയ്യുക, ഈ റിങ്ങിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതിനായിട്ടും ആദ്യം തന്നെ 1 2 3 ഒരു 3 ചെയിൻസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ റിങ്ങിൻ്റെ അകത്തേക്ക് വർക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വർക്ക് ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൻ്റെ ക്ലാസ് കണ്ടാൽ മതി, ലിങ്ക് മേലെ കൊടുക്കാം. കണ്ടോ, ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക. ആ റിങ്ങിൻ്റെ അകത്തേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാജിക് റിംഗ് ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് ശേഷം 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2 ചെയിൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഒരു 3 ഡബിൾ ക്രോഷ്യേസ് നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം. 1 2 and 3. അങ്ങനെ നമ്മുടെ സെക്കൻഡ്, അതായത് ഇതെല്ലാം നമ്മൾ ഓരോ ക്ലസ്റ്ററിനാണ് പറയുക, ഇങ്ങനെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ക്ലസ്റ്ററായി. ഇനി വീണ്ടും 2 ചെയിൻസ് ഇട്ട് കൊടുക്കണം. 1 2 വീണ്ടും അടുത്ത ക്ലസ്റ്റർ ചെയ്യുക, അതായത് 3 ഡബിൾ ക്രോഷ്യേസ് തന്നെ. 1 2 ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ടോ ഈ എൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ആ സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിയുമ്പോൾ ബാക്കി വയ്ക്കുന്ന ആ എൻഡ്, അത് ഞാൻ ഈ ചെയ്യുന്ന സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ കൺസീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് പിടിച്ചുകൊണ്ടായാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ഹൈഡായി പൊക്കോളും. അപ്പോൾ നമ്മുടെ ഈ ക്ലസ്റ്ററിൽ ഒരു സ്റ്റിച്ച് കൂടെ ബാക്കിയുണ്ട്. ആ 3rd ഡബിൾ ക്രോഷ്യം കൂടെ നമ്മൾ ചെയ്തു. എന്നിട്ട് വീണ്ടും 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ക്ലസ്റ്റർ 3 DC ഇവിടത്തേക്ക് ചെയ്ത് കൊടുക്കുക, റിങ്ങിൻ്റെ അകത്തേക്ക്. 1 2 and 3 DC ചെയ്തു. ഫൈനലായിട്ട് 2 ചെയിൻസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് DC ഉണ്ടല്ലോ, നമ്മൾ ഫൈനലായിട്ട് 2 ചെയിനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് നോക്കി അറിയാൻ പറ്റുമല്ലേ. ഇപ്പോൾ ഇവിടെ 1 2 3 4 ക്ലസ്റ്റർ ഉണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തു 3 ചെയിൻസ് ഇട്ടിട്ട് 2 DC ചെയ്തുള്ളൂ. അപ്പോൾ ആ 3 ചെയിൻസ് ഇട്ടിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഇട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് ക്ലസ്റ്ററിൽ 3 DC കിട്ടി, ഇത് സെക്കൻഡിൽ 3 DC കിട്ടി, തേർഡിൽ 3 DC കിട്ടി, 4ൽ 3 DC കിട്ടി. അങ്ങനെയാണ് 4 ക്ലസ്റ്റർ ഫോം ആയത്. ഇനി നമുക്ക് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് വേണം ഇതിങ്ങോട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ റൗണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ 3 ചെയിൻസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് DC കണ്ടോ, അതിൻ്റെ മേലത്തെ 2 ലൂപ്സാണ് ഈ കാണുന്നത് ആ സ്റ്റിച്ചിൻ്റെ. അതിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ അങ്ങനെ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ എടുക്കുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെ കണ്ടോ, നമ്മൾ നമ്മുടെ ഈ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യണം. അത് ആക്ച്വലി ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ കോർണർ ഗ്യാപ്പ്, ഈ 2 ക്ലസ്റ്ററിൻ്റെ ഇടയ്ക്കുള്ള ഈ കോർണർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് എത്തണം അല്ലേ, ഇപ്പോൾ നമ്മുടെ ഹുക്ക് ഇവിടെയല്ലേ കിടക്കണം. അപ്പോൾ ഇങ്ങോട്ട് എത്താനായിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുക. അതായത് ഇത് തൊട്ടടുത്ത സ്റ്റിച്ചിന് ഇത് അല്ലേ, അതിൻ്റെ അകത്തേക്ക് വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. പിന്നെ നെക്സ്റ്റ് കാണുന്നത് ഈ ഒരു ഗ്യാപ്പാണ് അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണാം വി പോലെ, അത് നമ്മൾ എടുക്കുന്നില്ല. നെക്സ്റ്റ് ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, അത് നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 2 3 ചെയിൻസ് ഇടാം. 1 2 3 ചെയിൻസ് ഇട്ടതിന് ശേഷം 2 more
ഡി സി മതി, 2 ഡി സിയും കൂടെ ചെയ്യുക. 1 2 2 ഡി സി ചെയ്തു. അതിനുശേഷം 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2 എന്നിട്ട് വീണ്ടും ഈ സെയിം ഗ്യാപ്പിലെ ഈ സെയിം കോർണർ സ്പേസ് അങ്ങോട്ട് 2 ഡി സിയും കൂടെ ചെയ്യണം. 1 2 2 ചെയ്തു. എന്നിട്ട് നമ്മൾ ഡി സി ചെയ്യുന്നില്ല, പകരം 3 ചെയിൻസാണ് ചെയ്യുക. 1 2 3 ചെയിൻസ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ? ഇപ്പം നമ്മുടെ ആ ക്രോസിൻ്റെ ഒരാം നമുക്ക് കിട്ടി. കണ്ടോ? ആ ഒരു ഷേപ്പ് ഫോം ചെയ്ത് കണ്ടോ? ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടായിരിക്കും? ഈ കോർണർ ഗ്യാപ്പിലേക്കായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് എത്താനായിട്ട് എന്ത് ഇത്രയും സ്റ്റിച്ചസ് കഴിയണം, 1 2 സ്റ്റിച്ചസ് കഴിയണം. അപ്പോൾ അതിന് വീണ്ടും അങ്ങോട്ട് എത്താനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 അടുത്തതിൽ 2 ചെയ്തു. ഇനി നമുക്കറിയാമല്ലേ, നെക്സ്റ്റ് ഇവിടെ കോർണർ ഗ്യാപ്പാണ്, അങ്ങോട്ടേക്ക് ഡയറക്റ്റായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 ചെയിൻസ് ഇടുക. 1 2 3 ചെയിൻസ് ഇട്ടതിന് ശേഷം മുന്നേ ചെയ്ത സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുക. 1 ചെയ്തു, 2 ചെയ്തു, അതായത് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുക? 2 ചെയിൻസ് ആഡ് ചെയ്യുക അല്ലേ. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മിറർ ചെയ്യുക, അതായത് ആദ്യം 2 ഡി സി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 2 ചെയിൻസ് ഇട്ടതിന് ശേഷം 2 ഡി സി കൂടെ ചെയ്തു. എന്നിട്ട് വീണ്ടും 3 ചെയിൻസ് ഇടുക. 1 2 3 എന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇനി വീണ്ടും എന്താ, അടുത്ത ഈ കോർണറിൽ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് എത്താനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 2 എണ്ണം ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് ഈ കോർണറിലേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ 2 ആമും വർക്ക് ചെയ്ത പോലെ ആദ്യം 3 ചെയിൻസ് ഇടുക, 2 ഡി സി ചെയ്യുക, 2 ചെയിൻസ് ഇടുക, 2 ഡി സി ചെയ്യുക, 3 ചെയിൻസ് ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച് വഴി ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കോർണറിലെത്തുക, ഇവിടെയും സെയിം വർക്ക് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടോ, അങ്ങനെ അത്രയും വർക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. നമ്മുടെ 4 ആംസും നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ആ ലെഗില്ലേ, അത് നമ്മൾ ഈ ആമെന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് യാൺ കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നേരെ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സെൻറ്റർ ഗ്യാപ്പ് കണ്ടോ, ഈ കോർണർ സ്പേസ് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കണം നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ 3 ചെയിൻസ് കണ്ടോ, ഇതാ 3 ചെയിൻസ് ഇട്ട് അതിൻ്റെ ഇവിടുത്തെ ഈ ഗ്യാപ്പില്ലേ അങ്ങോട്ടേക്ക് ആണ് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ്ലി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ. അതിന് ശേഷം പിന്നെ ഇപ്പുറത്ത് ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കേണ്ടി വരും. നമുക്കറിയാം 1 2 കേട്ടോ, സ്റ്റിച്ചസ് അവിടെ വിസിബിളായിട്ട് കാണാം അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ദെൻ അടുത്തൊരു സ്റ്റിച്ച് ഇവിടെ നമുക്ക് കാണാം, വി ലൂപ്പ് ക്ലിയർ ആയിട്ട്, അതിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ദെൻ അടുത്തത് ഡയറക്റ്റായിട്ട് ഈ സെൻറ്റർ ഗ്യാപ്പിലേക്ക് നമ്മൾ മുന്നേ വർക്ക് ചെയ്ത് അതേപോലെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തി അല്ലേ, കട്ട് ചെയ്യാതെ ഇങ്ങോട്ടേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യാം. സെയിം ഇപ്പോൾ ചെയ്ത സെയിം സ്റ്റിച്ചസ് തന്നെയാണ്. 1 2 3 ചെയിൻസ് ഇടുക, 2 ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യണം. 1 2 അതിന് ശേഷം 2 ചെയിൻസ് ആഡ് ചെയ്യുക. 1 2 ദെൻ 2 ഡി സി കൂടെ ചെയ്യുക. 1 2 3 ചെയിൻസ് ഇടണം അല്ലേ. 1 2 3 1 2 3 ചെയിൻസ് ഇടുക. എന്നിട്ട് എന്താ ചെയ്യുക, ഇങ്ങോട്ടേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ട. ഇനി ഒരെണ്ണം കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലെഗ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത സെയിം പരിപാടി, ഹുക്ക് ഇങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെയ്ത് നിർത്തി ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടതിന് ശേഷം നേരെ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഈ ഗ്യാപ്പ് നോക്കുക കേട്ടോ. ഈ 3 ചെയിൻസ് കഴിഞ്ഞിട്ടുള്ള ഈ ഗ്യാപ്പില്ലേ അങ്ങോട്ടേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റത്തെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ 2 സ്റ്റിച്ചസ് ഉണ്ട്, അങ്ങോട്ടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓരോന്നിലും ചെയ്യുക, ആ കോർണർ എത്തുന്നവരെ. ഇങ്ങനെ 1 ഇവിടെ 2 കണ്ടോ. ഇനി ഡയറക്റ്റ് സെൻറ്റർ ഗ്യാപ്പിലേക്ക് അടുത്ത് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിവിടെ അടുത്ത് വർക്ക് ചെയ്യാം. എങ്ങനെ 1 2 3 ചെയിൻസ് ഇട്ടു, എന്നിട്ട് 2 ഡി സി ചെയ്യുക. 1 ചെയ്തു, 2 ചെയ്തു,
ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മിറർ ചെയ്യുക, അതായത് 2 DC ചെയ്യുക. ഫസ്റ്റ് DC, സെക്കൻഡ് DC, എന്നിട്ട് 3 ചെയിൻസ് ഇടുക. 1 2 3. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതോടുകൂടി ഇതാ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രോസിൻ്റെ വർക്ക് കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഇത് ഫിനിഷിങ് വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബാലൻസ് ഉള്ള യാൺ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത് യാൺ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ നേരെ അതിനങ്ങ് എടുത്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇനി നമുക്ക് ഈ സെൻറ്ററിലുള്ളതുണ്ടല്ലോ അതും ഈ എൻഡ് പിടിച്ചിങ്ങനെ വലിച്ചു കൊടുക്കാം. മാജിക് റിംഗ് പോലെ തന്നെ വലിക്കുന്നതനുസരിച്ച് ഈ ഗ്യാപ്പും ക്ലോസ് ആയി കിട്ടും കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ആംസും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചസൊക്കെ ഒന്ന് നേരെ വെച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫൈനലി ഈ എൻഡ് ഹൈഡ് ചെയ്യാം. ഇതുപോലുള്ളൊരു നീഡിലെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ നേരെ ബാക്കിലേക്ക് വന്നിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. റാൻഡമായിട്ട് ഇങ്ങനെ ഈ കാണുന്ന സ്റ്റിച്ചസിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ കുറച്ച് ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഈ ആണും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നീഡിൽ അറ്റാച്ച് ചെയ്യാനൊരു ലെങ്ത് ഇല്ല. പിന്നെ ഓൾറെഡി ഇത് കുറച്ച് ഞാൻ കൺസീൽ ചെയ്ത് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ വർക്കാണ്, പക്ഷേ നല്ല രസമാണ് കാണാൻ. നമുക്ക് കീ ചെയിൻസ് ആയിട്ടോ ബുക്ക് മാർക്സ് ആയിട്ടോ എന്ത് തരത്തിലുള്ള ഡെക്കറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.